ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നലെ എനിക്ക് വീഡിയോയും ഇടാൻ പറ്റിയില്ല, പോസ്റ്റും ഇടാൻ പറ്റിയില്ല. അത് വേറൊന്നും കൊണ്ടുമല്ല കേട്ടോ. എൻ്റെ ഫോണൊന്ന് കേടുന്നു എന്ന് വെച്ചാൽ മീൻസ് അത് ഫോണൊന്ന് ചെറിയൊരു കംപ്ലൈൻറ്റ്. അത് പെട്ടെന്ന് ഓഫാവും. എന്നിട്ട് നമ്മൾ ഓൺ ആയിക്കഴിഞ്ഞാൽ ഒരു 5-6 സെക്കൻഡ് നിൽക്കും, പിന്നെയും ഓഫാവും. പിന്നെ ഓൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. എന്നിട്ട് അതാണെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരന് ഒരു മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓൻ്റെ അടുത്ത് കൊടുത്തിരിക്കുന്നു. എന്നിട്ട് അതിപ്പോൾ ഈ ഉച്ചക്കാണ് എനിക്കത് കിട്ടണത്. എല്ലാവരുടെയും മെസ്സേജൊക്കെ ഞാൻ കണ്ടു അപ്പോൾ അതിന് ഇപ്പോഴാണ് ഇത് എനിക്ക് സെറ്റായി കിട്ടിയത്. അതുകൊണ്ടാണ് ഒന്നിനൊരു റിപ്ലൈയും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നത്. ഞാനാണെങ്കിൽ ഹോസ്റ്റലിലാണ്. വീട്ടിലാണെങ്കിൽ ഒരു ബാക്കപ്പിനൊരു ഫോണെങ്കിലും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അതും ഇല്ലാത്ത പെട്ട അവസ്ഥയിലായിരുന്നു അത് സംഭവം ഉണ്ടായത്. അപ്പോൾ അതിന് ആദ്യം തന്നെ ഒരു സോറി. അപ്പോൾ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആകെ പെട്ടു എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുന്നു. ഇന്നലെ രാത്രി നോക്കുമ്പോഴാണെങ്കിൽ മഴയൊക്കെ പെയ്തു. അപ്പോൾ പിന്നെ കുറേ നേരം അതൊന്നും നോക്കി അങ്ങനെ വെറുതെ ഇരുന്നു. നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളും പറ്റുകയാണെങ്കിൽ ഒരു ദിവസം ഫോണൊക്കെ ഒഴിവാക്കിയിട്ട് മഴയൊക്കെ രസിച്ച് ഇരുന്നോണ്ട് കേട്ടോ, എൻ്റെ പോലെ. എടാ, പിന്നൊരു സംഭവം, നമുക്ക് ഹൈപ്പ് ബട്ടൺ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നത്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ എന്നൊന്ന് അറിയിക്കട്ടോ. പിന്നെ അത് വെറുതെ ചെക്ക് ചെയ്താൽ മാത്രം പോരാ, ഹൈപ്പും ചെയ്യാൻ മറക്കല്ല കേട്ടോ. നമുക്ക് ഒരാഴ്ചയിൽ 3 വട്ടം എന്തോ ആണ് ഹൈപ്പ് ചെയ്യാനുള്ളൊരു അവസരമുള്ളത്. അപ്പോൾ അത് ഈ ചാനലിൽ വന്നിട്ട് നിങ്ങൾ എല്ലാ വീഡിയോയിലും ഹൈപ്പ് ചെയ്യുക. കൂടുതൽ നിങ്ങൾക്ക് അറിയുന്നതാണ്, എന്നാലും ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശരി, അപ്പോൾ നമുക്ക് നോക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് യോവോണ് ഓബേക്കിൻ്റെ തലേനെ അങ്ങോട്ട് വെട്ടിയെടുത്തതായിരുന്നു. അത് കണ്ടിട്ട് അവിടുത്തെ സ്റ്റുഡൻസും 9th എൽഡറും സർ ലീയും എല്ലാവരും ആകെ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. യോവോണാണെങ്കിൽ ഇത് അവൻ്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ളൊരു പ്രതികാരത്തിന് തുടക്കം മാത്രം എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് നിർത്തിയത്. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ഓബേക്കിൻ്റെ ഡെഡ് ബോഡി എടുത്ത് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. വാർഡൻ ചിയോൺ 6th എക്സാമിനേഷൻ പാസ്സായാൽ കൺഗ്രാറ്റുലേഷൻസ്. യോവോൻ്റെ ഫോളോവേഴ്സൊക്കെ ആണെങ്കിൽ ആകെ സന്തോഷത്തിലാണ് അവനെ ഈ 6th എക്സാമിനേഷൻ പാസ്സായതിൻ്റെ ഇതിൽ. കൺഗ്രാറ്റുലേഷൻസ് മൈ ലോഡ്. അപ്പോൾ അതിനർത്ഥം ഞങ്ങൾ ഇനി മുതൽ നിങ്ങളെ എൽഡറിന് വിളിക്കണമെന്നാണോ? വേണമെന്ന് തോന്നുന്നു. മാച്ചക് ഫാദർ. 9th എൽഡർ അദ്ദേഹത്തിൻ്റെ മകനെ വിളിച്ചു. നീ നല്ല വളർന്നല്ലോ. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഫാദർ? ആ, ഞാൻ ഫൈനാണ്. മാച്ചക്, മൈനർ പ്രീസ്റ്റ്ഹുഡിൻ്റെ ഏത് കാൻഡിഡേറ്റിനെയാണ് നീ സർവ് ചെയ്യുന്നത് നീ ഡിസൈഡ് ചെയ്തോ? ആക്ച്വലി നിങ്ങൾ പോണതിന് മുന്നേ നിങ്ങളുടെ അടുത്ത് വന്ന് അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ഫാദർ. എന്നോട് ക്ഷമിക്കണം. എനിക്ക് 6th സെക്ടറിലത്തെ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിനെ സെർവ് ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷേ യങ് മാസ്റ്റർ യോവോണിനെ പിക്ക് ചെയ്യാനാണ് എൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്നോട് പറയണത്. യു റിയലി ആർ മൈ സൺ. എന്ത്? നിൻ്റെ ഡിസിഷനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണോ? യങ് മാസ്റ്റർ യോവോൺ ജിയോണിനെ സെർവ് ചെയ്യണതിൻ്റെ മെറിറ്റ് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവനായിരിക്കും നിൻ്റെ അടുത്ത ബ്രദറിൻലോ. അതുകൊണ്ട് തന്നെ അവൻ നല്ല രീതിക്ക് കെയർ ചെയ്യണം. എന്ത്? പിന്നെ നമ്മളെ കാണിക്കുന്നത് അല്പസമയത്തിന് ശേഷം അക്കാഡമി ഡെപ്യൂട്ടി ഓഫീസാണ്. പ്രൊഫസേഴ്സ്, നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യൂ. യോവോണിനാണെങ്കിൽ ഒന്നും മനസ്സിലാവണില്ല. എന്തിനാ ഈ പ്രൊഫസർമാരോട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതെന്നൊക്കെ ആലോചിച്ച് നിൽക്കുക അവൻ. സർ ലീ ആ റൂമിൻ്റെ ഉള്ളിലൊക്കെ കാലെടുത്ത് വെച്ചതും അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആ റോ എനർജി ആ റൂമിലാണ്ട് സ്പ്രെഡ് ചെയ്തു. എന്നിട്ട് നേരെ വന്ന് യോവോണിൻ്റെ മുന്നിലാണ്ട് മുട്ടുകുത്തിയിരുന്നു. യങ് മാസ്റ്റർ, ഇവിടുത്തെ ട്രെയിനിങ്ങിൽ നിങ്ങൾ ധാരാളം പരീക്ഷണങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 6th എക്സാമിനേഷൻ പാസ്സായതിൽ ഞാൻ നിങ്ങളെ സിൻസിയറായിട്ട് തന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യണോ? എന്ത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇതൊക്കെ എന്താ സാർ? ഇപ്പോൾ നിങ്ങൾ ഈ അക്കാഡമിയുടെ എല്ലാ എക്സാമിനേഷൻസും കംപ്ലീറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ചിയോൺ ബ്ലഡ് ലൈനിലുള്ള മെമ്പർ എന്ന നിലയ്ക്ക് നിങ്ങൾ ഡിസർവ് ചെയ്യണ ഒരു പ്രോപ്പറായിട്ടുള്ള റെസ്പെക്റ്റ് ഞാൻ കാണിക്കുകയാണ്. എന്നെ അപ്പോളജൈസ് ചെയ്യാനൊന്ന് അലോ ചെയ്യൂ. ഇതുവരെ ഈ അക്കാഡമിയിൽ ഞാൻ ഫോളോ ചെയ്യേണ്ട റൂൾസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒബ്സർവ് ചെയ്യാന്നല്ലാതെ എനിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ എന്തായാലും കാര്യത്തിലോട്ട് വരാം. നമ്മുടെ ഡിമോണിക് ലോഡിൻ്റെ വിസ്ഡം നിങ്ങൾക്ക് കിട്ടിയോ? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ആ, ഓക്കെ, എനിക്ക് മനസ്സിലായി.
ഇപ്പോഴും നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പാട്രിയാർക്കിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റോയൽ ബോഡി ഗാർഡായ ഹവാമിയോങ് ലീ. മൈനർ പ്രീസ്റ്റ്ഹുഡിനുള്ള ഗ്രാൻഡ് ടൂർണമെൻറ്റിന് എൻ്റെ എല്ലാ സപ്പോർട്ടും ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇതിനൊരു പ്രൂഫായിട്ട് ഞാൻ എൻ്റെ റോയൽ ബോഡി ഗാർഡ് ഹൗസ് മെഡാലിയൺ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു. പ്ലീസ് ഇത് അക്സെപ്റ്റ് ചെയ്യൂ വാർഡൻ ചിയോൺ. യോവോണാണ് ഇതൊക്കെ പാടെ കണ്ടിട്ട് ആകെ അന്തം വിട്ട് നിൽക്കുക. എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ പാട്രിയാർക്കിന് ക്ലോസ് ആയി നിൽക്കുന്ന ലെഫ്റ്റ് ഹാൻഡ് റോയൽ ബോഡി ഗാർഡാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. അവനിപ്പോൾ അവൻ്റെ ആക്ഷൻസിലൊക്കെ കൂടുതൽ കെയർഫുള്ളായിട്ടിരിക്കാൻ തുടങ്ങിയിരിക്കണു. ഇപ്പോൾ അവൻ ശരിക്കും ഈ റോളിന് ഫിറ്റാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് യങ് മാസ്റ്റർ. ഞാൻ പാട്രിയാർക്കിന് ലെഫ്റ്റ് ഹാൻഡ് റോയൽ ബോഡി ഗാർഡായിട്ട് സെർവ് ചെയ്യുന്ന ഒരാളാണ്. അതുമാത്രമല്ല, ടെക്നിക്കലി പറയുമ്പോൾ ഞാൻ ഈ പാലസ്ത്തെ റൂൾസ് അനുസരിച്ചിട്ടാണെങ്കിൽ എൻ്റെ സപ്പോർട്ട് വേറെ ഒരാൾക്കും ഓഫർ ചെയ്യാൻ പറ്റാത്തതാണ്. എന്തൊക്കെയായാലും റൂൾസിനെക്കാട്ടിലും ഒക്കെ മേലെ ഒരു കാര്യത്തിന് പ്രയോറിറ്റി ഉണ്ട്. അതെന്താണ്? നെക്സ്റ്റ് പാട്രിയാർക്കായി നമ്മൾ ഡിമോണിക് ലോഡിൻ്റെ കയ്യിൽ നിന്ന് ടീച്ചിങ്സ് കിട്ടിയ ഒരു ട്രൂ സക്സസറെ മാത്രമേ എൻ്റെ റോയൽ ബോഡി ഗാർഡ് ഹൗസ് അംഗീകരിക്കുന്നുള്ളൂ. ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം സെലക്ട് ചെയ്ത കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്നൊരു സീക്രറ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ആരോടും പറയാൻ നിൽക്കരുത്. ഓരോ ജനറേഷൻ്റെയും പാട്രിയാർക്കിന് പാസ് ചെയ്ത് വരുന്ന ഈ ഡിമോണിക് ലോഡിൻ്റെ സ്വോർഡ് ആർട്ട് അത് ശരിക്കുള്ള ഡിമോണിക് ലോഡിൻ്റെ സ്വോർഡ് ആർട്ട് അല്ല. അത് കേട്ടപ്പോൾ യോകുണൊന്ന് ആകെ അന്തം വിട്ടു. എന്തപ്പോൾ ഇദ്ദേഹം പറയണമെന്ന് ആലോചിച്ചിട്ട്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഓരോ പാട്രിയാർക്കിനും പാസ് ചെയ്ത് വരേണ്ടിയിരുന്ന ഡിമോണിക് ലോഡിൻ്റെ സ്വോർഡ് ആർട്ട് അത് 500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നഷ്ടപ്പെട്ടു പോയി. പിന്നെ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസും പണ്ടത്തെ കുറച്ച് കാര്യങ്ങളും പറഞ്ഞു തരികയാണ്. റോയൽ ബോഡി ഗാർഡ് ഹൗസ് 3 ഹൗസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ഹെഡ് റോയൽ ബോഡി ഗാർഡാണ്, പിന്നെ ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് റോയൽ ബോഡി ഗാർഡ്, പിന്നെ അടുത്തത് റൈറ്റ് ഹാൻഡ് റോയൽ ബോഡി ഗാർഡ്. ഈ 3 ഹൗസസും നമ്മുടെ എല്ലാ പാട്രിയാർക്കുമാരെയും കൾട്ടിൻ്റെ ഫൗണ്ടറായ ഡിമോണിക് ലോഡ് മുതൽ ഇപ്പോഴത്തെ പാട്രിയാർക്കായ യൂജോങ് ജിയോണ് വരെ എല്ലാവരെയും സെർവ് ചെയ്യുന്നത്. ഒറിജിനലി ഈ 6 സെക്റ്റ് എന്നുള്ള മദേഴ്സിൽ നിന്ന് ഒന്നിലധികം പിന്മുറക്കാർ വരുന്ന ഒരു സിസ്റ്റം പണ്ടുണ്ടായിരുന്നില്ല. പകരം പാട്രിയാർക്കിൻ്റെ വൈഫാണെങ്കിൽ ഒരു ഡിവൈൻ മൈഡനാവും. ഗ്രാൻഡ് ബാറ്റിൽ അൾട്ടർത്തെ ഹോളി ഫയറാണ് അത് ആരാണെന്ന് സെലക്ട് ചെയ്യുക. പിന്നെ ആ ഡിവൈൻ മൈഡൻ്റെ കുഞ്ഞായിരിക്കും മൈനർ പ്രീസ്റ്റ് ആവുക. അതുകൊണ്ട് തന്നെ ഈ സെക്റ്റുകൾ തമ്മിലൊരു ഇംബാലൻസ് അതുണ്ടായിരുന്നില്ല. പക്ഷേ 500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡിസാസ്റ്റർ നമ്മുടെ കൾട്ടിഫ് വന്നു. നമ്മുടെ ഡിമോണിക് കൾട്ടിൻ്റെ റൂട്ട്സ് വന്നിരുന്നത് തന്നെ സിൻജിയാങ്ങിലെ സോറോ അസ്ട്രിയൻ ചർച്ചിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ പാട്രിയാർക്കായി മാറുന്ന ആ വ്യക്തി ആ പൊസിഷനിൽ അപ്പോയിൻ്റായി 10 വർഷത്തിനുള്ളിൽ സിൻജിയാങ്ങിലെ മൗണ്ടെയിൻ ഓഫ് ഹെവൻസിൽ പോയി തീർത്ഥാടനം നടത്തണമായിരുന്നു. ആ സമയത്തെ പാട്രിയാർക്കായിരുന്ന മൊഹുയ് ചിയോൺ അദ്ദേഹത്തിൻ്റെ 5ാമത്തെ വർഷത്തിൽ തന്നെ തീർത്ഥാടനത്തിന് വേണ്ടി പോയി. അതുകൊണ്ട് തന്നെ ആ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം പോയിരുന്ന എല്ലാവരും മരിച്ച നിലയിലാണ് തിരിച്ചെത്തിയത്. ആ ടൈമിലുള്ള റൈറ്റ് ഹാൻഡ് റോയൽ ബോഡി ഗാർഡ് അടക്കം. എന്ത്? ആരാണ് പാട്രിയാർക്കിന് നേരെ അങ്ങനൊരു കാര്യം ചെയ്യുക? അവനെന്തായാലും ഇവിടുത്തെ ടോപ്പ് 5 മാർഷൽ ആർട്ടിസ്റ്റുമാരിൽ പെടുന്ന ഒരാളായിരിക്കും. അത് ബെർസെക് സൈബർ ഗോഡായിരുന്നു. ആ പേര് കേട്ടപ്പോഴത്തെ തന്നെ യോവോണൊന്ന് ഞെട്ടി. ബെർസെക് സൈബർ ഗോഡോ? ഇത് ഞാൻ മുമ്പ് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഈ കൾട്ടത്തെ ഗ്രേറ്റസ്റ്റ് സ്വാർഡ്സ്മാൻ എന്നറിയപ്പെട്ടിരുന്നത് സ്വാർഡ് ഡീമൻ ആയിരുന്നു. പക്ഷേ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരാൾ. അത് ബെർസെക് സൈബർ ഗോഡായിരുന്നു. പാട്രിയാർക്ക് മൊഹോയ് ചിയോണിന് ഡിവൈൻ മൈഡനിലൊരു കുഞ്ഞുണ്ടായി. പക്ഷെ അത് പെൺകുഞ്ഞായിരുന്നു. ഡിമോണിക് ലോഡിൻ്റെ സ്വോർഡ് ആർട്ട് നെക്സ്റ്റ് ജനറേഷൻക്ക് പാസ് ചെയ്ത് പോകേണ്ടതായിരുന്നു. പക്ഷേ ഇത് കാരണം കൊണ്ട് ആ സ്വോർഡ് ആർട്ടാണെങ്കിൽ സീസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകൾക്ക് 8 വയസ്സായപ്പോൾ മൊഹോയ് ചിയോണ് ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ലൈനിൽ ഒരു ട്രൂ സക്സസറെ കിട്ടാത്തുമ്പോൾ മുമ്പുണ്ടായിരുന്ന പാട്രിയാർക്കും അസുഖം കാരണം കൊണ്ട് തന്നെ മരിച്ചുപോയി. അങ്ങനെ
ഈ കൾട്ട് ഏറ്റവും മോശം കാലാവസ്ഥയൊക്കെ പോയി. ഈ ടഫായിട്ടുള്ളൊരു ടൈമിൽ നിന്ന് റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എൽഡർ ആയിരുന്ന സ്വോർഡ് ഡീമൻ വൈസ് പാട്രിയാർക്കായിട്ട് ചാർജ് എടുത്തു. താങ്ക്ഫുള്ളി സ്വോർഡ് ഡീമൻ ആണെങ്കിൽ മാർഷൽ ആർട്സിന് പുറമെ മറ്റുള്ള കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് തെളിയിച്ചു. അങ്ങനെ ഈ കൾട്ടിനെ പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചെത്തിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ നോർമലായതിനു ശേഷം സ്വോർഡ് ഡീമൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി തന്നെ ഡിമോണിക് ലോഡിൻ്റെ നഷ്ടപ്പെട്ടു പോയ സ്വോർഡ് ആർട്ടിനെ റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ ആ സ്വോർഡ് ആർട്ടിനെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. അതിൻ്റെ ബ്രീത്തിങ് ടെക്നിക്ക്, അതിൻ്റെ സർക്കുലേഷൻ ടെക്നിക്ക് ഒന്നും ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെയാണ് സ്വോർഡ് ഡീമൻ ആ ഡിറ്റൻഷൻ സെൻറ്ററിലേക്ക് പോയത്. അത് ഫസ്റ്റ് ടൈമായിരുന്നു ചിയോൺ ബ്ലഡ് ലൈനിൽ ഇല്ലാത്ത ഒരാൾ അവിടേക്ക് കയറുന്നത്. മുമ്പുണ്ടായിരുന്ന എല്ലാ പാട്രിയാർക്കന്മാരും ആ ഡിറ്റൻഷൻ സെൻറ്ററിലേക്ക് കയറിയിരുന്നു. പക്ഷേ അവർക്ക് ആർക്കും ഡിമോണിക് ലോഡിൻ്റെ വിസ്ഡം അവേക്കൻ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അത് തന്നെ ആയിരുന്നു സ്വോർഡ് ഡീമൻ്റെ അവസ്ഥ. ആ സഫയർ സ്റ്റോണിലുള്ള സ്വോർഡ് മാർക്ക് വെച്ച് അദ്ദേഹത്തിന് കോഡിഫൈഡ് ഫൈറ്റിംഗ് ഫോം റീക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. പക്ഷേ ആക്ച്വൽ ബ്രീത്തിങ്ങോ അല്ലെങ്കിൽ എനർജി കൺട്രോൾ ടെക്നിക്കോ ഒന്നും ഇല്ലാതെ അദ്ദേഹത്തിന് ആ ഫോം ഫുള്ളി പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. ഓ, അപ്പോൾ ഈ സീക്രറ്റ് ആരും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അല്ലേ? സ്വോർഡ് ഡീമൻ ആ ഡിറ്റൻഷൻ സെൻറ്ററിൽ 3 വർഷം കഴിഞ്ഞു. അദ്ദേഹം ആ സഫയർ സ്റ്റോണിലുള്ള സ്വോർഡ് മാർക്കിനെ യൂസ് ചെയ്ത് ഡിമോണിക് ലോഡിൻ്റെ ഒരു ന്യൂ സ്വോർഡ് ആർട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തു. ആ കാലത്തുണ്ടായിരുന്ന എല്ലാ എൽഡർമാരും ഇത് ഡിമോണിക് ലോഡിൻ്റെ സ്വോർഡ് ആർട്ടാണെന്ന് തന്നെ അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ ഇത് പാട്രിയാർക്കിൻ്റെ മകൾക്ക് പാസ് ചെയ്യാൻ തീരുമാനിച്ചു. സ്വോർഡ് ഡീമൻ ആണെങ്കിൽ ഡിറ്റൻഷൻ സെൻറ്ററിൽ നിന്ന് സഫയർ സ്റ്റോണൊക്കെ മാനുവൽ ലൈബ്രറിക്ക് മാറ്റി. എനിക്കുറപ്പുണ്ട് നിങ്ങളും അത് കണ്ടിട്ടുണ്ടാവും വാർഡൻ ചിയോൺ. പക്ഷേ ആ കല്ലിൻ്റെ ബാക്കിലുള്ള ഹാഫസാഡ് സ്വോർഡ് മാർക്സ് ഉണ്ടാക്കിയിരുന്നത് സ്വോർഡ് ഡീമൻ ആയിരുന്നു. അതെന്തിനാ ആ കല്ലിൻ്റെ ബാക്കിൽ ആ സ്വോർഡ് കൊണ്ട് മാർക്ക് ഉണ്ടാക്കിയത്? ആ സ്വോർഡ് മാർക്ക് അതിൻ്റെ ബാക്കിൽ ചെയ്യാൻ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ടായിരുന്നോ? അദ്ദേഹം ആ ഡിമോണിക് ലോഡിൻ്റെ വിസ്ഡം കംപ്ലീറ്റ്ലി നശിപ്പിച്ചു. സ്വോർഡ് ഡീമൻ ആണെങ്കിൽ ഡിമോണിക് ലോഡിൻ്റെ ആ സ്വോർഡ് മാർക്സിനൊക്കെ ഓൾറെഡി കോപ്പി ചെയ്തിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം ഈ കോഡിഫൈഡ് ഫൈറ്റിംഗ് ഫോംസിനൊക്കെ ഒരു മാനുവലിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ ആ സ്റ്റോൺസിനെയൊക്കെ നശിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ഈ പ്രോസസ്സിൻ്റെ ഒരു അൺഅവോയ്ഡബിൾ സ്റ്റെപ്പാണ്. അത് ഷാവലിനുള്ള ഉങ്കോങ് എന്ന് പറഞ്ഞൊരു ഡിവൈൻ മോങ്ക് കാരണം കൊണ്ടാണ്. അദ്ദേഹം ടോപ്പ് 5 ഗ്രേറ്റസ്റ്റ് മാർഷ്യൽ ആർട്ടിസ്റ്റുമാരിൽപ്പെട്ട ഒരാളായിരുന്നു അന്നത്തെ കാലത്ത്. എക്സാക്ട്ലി 2 വർഷത്തിന് ശേഷം ഹെനാനിലുള്ള മൗണ്ട് സോങ്ങിൽ വെച്ച് ബെർസെക് സേബർഗോഡ് അദ്ദേഹത്തിനെ കൊന്നു. അത് കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷം സേബർഗോഡാണെങ്കിൽ വീണ്ടും വന്നു ജിയാങ്സൂക്ക്. എന്നിട്ട് ഡെഡ്ലി സ്റ്റീൽ ഫിസ്റ്റത്തെ കിങ്ങായ ജോങ്ഗ്യോങ് യൂക്കിനെ കൊന്നു. അദ്ദേഹവും ആ കാലത്തെ വൺ ഓഫ് ദ ടോപ്പ് 5 മാർഷൽ ആർട്ടിസ്റ്റിൽപ്പെട്ട ഒരാളായിരുന്നു. പുർഗട്ടോറി എൻട്രാപ്മെൻറ്റ് ടെക്നിക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ മേലിൽ യൂസ് ചെയ്തിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ബോഡി 10 ദിവസത്തിന് ശേഷമാണ് കണ്ടെത്താൻ പറ്റിയത്. വെയിറ്റ്, അപ്പോൾ അതിനർത്ഥം അത് ശരിയാണ്. ബെർസെക് സേബർഗോഡ് അവിടെ ഉണ്ടായിരുന്ന ടോപ്പ് 5 മാർഷൽ ആർട്ടിസ്റ്റുമാരുടെ പിന്നാലെ ആയിരുന്നു. അതിൽ 5-ൽ 3 പേരും ബെർസെക് സേബർഗോഡ് തന്നെയാണ് കൊന്നത്. അതുകൊണ്ട് തന്നെ ബെർസെക് സേബർഗോഡിൻ്റെ റെപ്യൂട്ടേഷനാണെങ്കിൽ വളരെ ഹൈറ്റിലെത്തി. ആ ടോപ്പ് 5 മാർഷൽ ആർട്ടിസ്റ്റുമാരിൽ പിന്നെ ആൾക്കാരുണ്ടായിരുന്നു. വൂട്ടാങ് സെക്ടത്തെ സ്വോർഡ് മാസ്റ്ററായ മ്യോങ് ചിയോങ്, പിന്നെ സ്വോർഡ് ഡീമനും. ഈ പോയിൻ്റൊക്കെ എത്തിയപ്പോഴത്തേന് തന്നെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരുന്നു ബെർസെക് സേബർഗോഡാണ് ഇവിടുത്തെ ഗ്രേറ്റസ്റ്റ് മാർഷൽ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. സ്വോർഡ് ഡീമൻ സ്വോർഡ്സിൻ്റെ കാര്യത്തിൽ ഭയങ്കര ജീനിയസാണ്. പക്ഷേ വിക്ടിംസിൻ്റെ ബോഡിയിലുള്ള മാർക്കൊക്കെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ബെർസെക് സേബർഗോഡിൻ്റെ സ്കില്ല് തൻ്റെ ഇമാജിനേഷൻ്റെ അപ്പുറത്തുള്ളതാണെന്ന്. അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ടെക്നീക്കൊക്കെ യൂസ് ചെയ്ത് ബെർസെക് സേബർഗോഡിനെ ഡിഫീറ്റ് ചെയ്യുക എന്നുള്ളത് തീരെ പറ്റാത്തൊരു കാര്യമാണെന്ന്. ബെർസെക് സേബർഗോഡിനെ ഡിഫീറ്റ് ചെയ്യുകയാണെങ്കിൽ മോർ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി.
ആ ടെക്നിക്കാണ് സഫയർ സ്റ്റോണിലുള്ള സ്വാഡ് മാർക്കൊക്കെ. ഇനി സ്വാഡ് ഡീമനെയും പാടെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് എൽഡേഴ്സ് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഡിമോണിക് ലോഡിൻ്റെ സ്റ്റോണിൽ ട്രെയിനിങ് ചെയ്യാനുള്ള പെർമിഷൻസൊക്കെ അവർ അദ്ദേഹത്തിന് കൊടുത്തു. ഓ, അപ്പോൾ അങ്ങനെയാണല്ലേ അൾട്ടിമേറ്റ് കൗണ്ടർ ടെക്നിക്ക് അവിടെ ഉണ്ടായത്. പക്ഷേ അൾട്ടിമേറ്റ് കൗണ്ടർ ടെക്നിക്ക് എന്ത് സിമ്പിൾ സ്വാഡ് ഫൈറ്റിംഗ് ഫോംസ് മാത്രമായി പോയത്? 4 വർഷത്തിന് ശേഷം ബെർസെക് സേബർഗോഡ് 10,000 ഗ്രേറ്റ് മൗണ്ടൻസിലെ ഡിമോണിക് കൾട്ടിക്ക് വന്നു. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഊട്ടാങ്ങത്തെ സ്വാഡ് മാസ്റ്റർ അവൻ ഡിഫീറ്റ് ചെയ്തു എന്ന്. അത് ശരിയായിരുന്നു, സ്വാഡ് ഡീമനായിരുന്നു അവൻ്റെ ഫൈനൽ ഓപ്പോണൻറ്റ്. ബെർസെക് സേബർഗോഡും സ്വാഡ് ഡീമനും 4 ദിവസമാണ് ഫൈറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ബാറ്റിൽ ഡ്രോ ആവുകയാണ് ചെയ്തത്. പക്ഷേ സ്വാഡ് ഡീമനാണെങ്കിൽ വലിയൊരു സാക്രിഫൈസാണ് ചെയ്തത്. ഒരു മാർഷൽ ആർട്ടിസ്റ്റിന് പ്രൈസ്ലെസ് ട്രഷറായിട്ടുള്ള റൈറ്റ് ആം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അതിനുശേഷം ബെർസെക് സേബർഗോഡ് മൊരീംക്ക് വന്നിട്ടേ ഇല്ല. അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി കുറേ റൂമേഴ്സ് ഉണ്ടായിരുന്നു. കുറച്ച് പേര് പറഞ്ഞിരുന്ന് അവൻ അവൻ്റെ എല്ലാ എനർജിയും യൂസ് ചെയ്ത് മരിച്ചു പോയി എന്നാണ്. വേറെ കുറച്ച് പേര് പറഞ്ഞത് ഈ ലാൻഡിൽ തന്നെ ഗ്രേറ്റസ്റ്റ് സേബർമാൻ എന്നുള്ള ടൈറ്റിൽ അവന് കിട്ടിയതുകൊണ്ട് തന്നെ അവൻ ഡിസപ്പിയർ ആയി പോയിന്നാ. ആ ഇൻസിഡൻറ്റിന് ശേഷം എൻ്റെ കൾട്ട് തന്നെ ആകെ മാറി. ആ ബാറ്റിൽ അദ്ദേഹത്തിൻ്റെ റൈറ്റ് ആം നഷ്ടപ്പെട്ടു. പോരാത്തതിന് അദ്ദേഹത്തിൻ്റെ എല്ലാ റോ എനർജിയും യൂസ് ചെയ്തു. അതുകൊണ്ട് തന്നെ വൈസ് പാട്രിയർക്കിൻ്റെ റോള് അദ്ദേഹം ഉപേക്ഷിച്ചു. അതിനുശേഷം ലൈറ്റ് പാട്രിയർക്കിൻ്റെ മകൾ മൂവാച്ചിയോൺ അവരുടെ 16ാമത്തെ വയസ്സിൽ പാട്രിയർക്കായിട്ട് അപ്പോയിൻ്റായി. അത് ആദ്യത്തെ പ്രാവശ്യമായിരുന്നു നമ്മുടെ കൾട്ട് ഒരു വുമൻ പാട്രിയർക്കിനെ സെർവ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ചീഫുമാരൊക്കെ ഡിവൈൻ മെയ്ഡനെ ഹോളി ഫയർ വെച്ച് തിരഞ്ഞെടുക്കുന്ന ട്രഡീഷനൊക്കെ മാറ്റാൻ വേണ്ടി അവരെ നിർബന്ധിച്ചു. അവർ പാട്രിയാർക്ക് ആയിരുന്നെങ്കിലും അവർക്ക് ഈ കൾട്ടിൽ ഒരു പവറും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇന്നത്തെ ഈ സെക്റ്റിൻ്റെ സിസ്റ്റമൊക്കെ വന്നത്. പാട്രിയാർക്ക് മൊഹവാച്ചിയോണിന് 5 ഹസ്ബൻഡ്സ് ഉണ്ടായിരുന്നു. അതിൽ 2 പേര് സ്വാഡ് ഡീമൻ്റെ ശിഷ്യന്മാരായിരുന്നു. അവരാണ് പിന്നെ ഷാഡോ സെക്റ്റും സ്വാഡ് സെക്റ്റും ഉണ്ടാക്കിയത്. അവരുടെ മറ്റ് 3 ഹസ്ബൻഡ്സ് ഫസ്റ്റ് എൽഡറും സെക്കൻഡ് എൽഡറും തേർഡ് എൽഡറും ആയിരുന്നു. അവരാണ് പിന്നെ സേബർ സെക്റ്റ്, പോയിസൺ സെക്റ്റ്, മ്യൂസിഷ്യൻ സെക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവന്നത്. അങ്ങനെ ഫ്യൂച്ചർ ജനറേഷനെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്വാഡ് ഡീമനാണ് ഈ ഡിമോണിക് അക്കാഡമി ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് മനസ്സിലായോ ഞാനിത് എന്തിനാണ് നിങ്ങളോട് പറയുന്നതെന്ന് വാർഡൻ ചിയോൺ? ഫ്യൂച്ചർ ജനറേഷനെ പഠിപ്പിക്കാനും വളർത്താനും വേണ്ടി മാത്രമല്ല ഈ അക്കാഡമി ഉണ്ടാക്കിയതെന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതെ, അത് ശരിയാണ്. ഞങ്ങൾക്ക് ഈ അക്കാഡമിയിൽ 2 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതിലൊന്നാമത്തേത് ഡിമോണിക് ലോഡിൻ്റെ ഈ ടീച്ചിങ്സൊക്കെ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിറ്റായിട്ടുള്ള സക്സസറെ കണ്ടെത്തുക എന്നുള്ളതാണ്. സ്വാഡ് ഡീമന് സ്വന്തമായിട്ട് തന്നെ അവേക്കൻ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഡിമോണിക് ലോഡിൻ്റെ സ്വാഡ് ആർട്ട് പെർഫോം ചെയ്യണതിൽ അദ്ദേഹം അൺസക്സസ്ഫുള്ളായി മാറി. പക്ഷേ അദ്ദേഹം വിശ്വസിച്ചിരുന്നു ഒരു ദിവസം ചിയോൺ ബ്ലഡ് ലൈനിലുള്ള പിൻഗാമികളായ ആരെങ്കിലും ഡിമോണിക് ലോഡിൻ്റെ സീക്രറ്റ്സും വിസ്ഡം ഒക്കെ അവേക്കൻ ചെയ്യുമെന്ന്. സീൽഡ് ഡിമോണിക് ചാമ്പറും ഡിറ്റൻഷൻ സെൻറ്ററും അദ്ദേഹത്തിന് സംരക്ഷിക്കണമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ അക്കാഡമി ഈ ലൊക്കേഷനിൽ തന്നെ ഉണ്ടാക്കിയത്. ഈ സെക്റ്റുകളുടെ പവറിനും ഇൻഫ്ലുവൻസിനൊക്കെ ഈ സ്ഥലത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പിന്നെ ഇവിടെ കുറേ റൂൾസ് കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു ഡിമോണിക് ലോഡിൻ്റെ ടീച്ചിങ്സൊക്കെ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഒരാൾ വന്നാൽ അവനെ ഇവിടുത്തെ പാട്രിയാർക്കായിട്ട് ക്രൗൺ ചെയ്യണമായിരുന്നു എന്ന്. അന്ന് മുതൽ 500 വർഷം കഴിഞ്ഞു. പക്ഷേ സ്വാഡ് ഡീമൻ്റെ ആഗ്രഹം ഒരിക്കലും നടന്നില്ല. ഇത് റോയൽ ബോഡി ഗാർഡ് ഹൗസ് കൂടെ പാസ് ചെയ്ത് പോരുന്ന ഒരു ട്രഡീഷണൽ ലോറായി മാറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ വന്നത് വാർഡൻ ചിയോൺ. നമ്മുടെ പാട്രിയാർക്കിൻ്റെ സൈഡിൽ നിന്ന് ഡിമോണിക് ലോഡിൻ്റെ സ്വാഡ് ആർട്ടൊക്കെ യുദ്ധത്തിൽ ഞാൻ കൗണ്ട്ലെസ് ടൈംസ് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും വിചാരിച്ചോ ആ സെയിം ടെക്നിക്ക് നിങ്ങൾ പെർഫോം ചെയ്യുന്നത് ഞാൻ നോട്ടീസ് ചെയ്യില്ല എന്ന്? പിന്നെ നമ്മളെ കാണിക്കുന്നത് 3 വർഷത്തിന് മുന്നേ ഒരു ഫൈറ്റിനിടയിൽ യോവണ് ഡിമോണിക് ലോഡിൻ്റെ സ്വാഡ് ആർട്ട് യൂസ് ചെയ്യണതാണ്. അത് കണ്ടിട്ടാണെങ്കിൽ സർ ലീ ആകെ ഞെട്ടി നിൽക്കുകയാണ്. എനിക്കറിയാവുന്ന ഡിമോണിക് ലോഡിൻ്റെ സ്വാഡ് ആർട്ടത്തെ പ്രിസൈസും പവർഫുള്ളായിട്ടുള്ളൊരു വെർഷനാണിത്. ഇനി ഇത് പക്ഷേ ആ സമയത്തത് ഡിമോണിക് ലോഡിൻ്റെ വിസ്റ്റത്തെ ഫൈനൽ പീസാണെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. അത് ജസ്റ്റ് ഒരു സിംഗിൾ കോഡിഫൈഡ് ഫൈറ്റിംഗ് ഫോം ആയിരുന്നു.
നമ്മുടെ ഇപ്പോഴത്തെ പാട്രിയാർക്ക് അദ്ദേഹത്തിന് അത് പഠിപ്പിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി ഒബ്സർവ് ചെയ്യാൻ വേണ്ടി മാറി നിന്നു. പിന്നെ നമ്മളെ കാണിക്കുന്നത് യോവണ് തേർഡ് എക്സാമിനേഷനിൽ ആ പ്രിസണറെ ഡിമോണിക് ലോഡിൻ്റെ സോഡ് ആർട്ട് യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്തായിരുന്നല്ലോ, അതാണ് കാണിക്കുന്നത്. ആ സമയത്ത് എനിക്കെല്ലാം മനസ്സിലായി. ഇനി ഞാൻ നിങ്ങളോട് ഒരു പ്രാവശ്യം കൂടി ചോദിക്കാം, വാർഡൻ ജിയോൺ, നിങ്ങൾക്ക് ഡിമോണിക് ലോഡിൻ്റെ വിസ്ഡം കിട്ടിയോ? കണ്ടിട്ട് എനിക്കിവിടെ വേറെ ചോയ്സ് ഇല്ലാന്ന് തോന്നുന്നു. യോവൺ അത് സമ്മതിച്ചു കൊടുത്തു. അത് കേട്ടപ്പോൾ തന്നെ സർ ലീക്ക് ഭയങ്കര സന്തോഷമായി. പാട്രിയാർക്കിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റോയൽ ബോഡി ഗാർഡായ ഹവാമ്യോങ് ലീ എന്ന ഞാൻ ഡിമോണിക് ലോഡിൻ്റെ ട്രൂ സക്സസറെ ഞാൻ ഗ്രീറ്റ് ചെയ്യുന്നു. നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഈ അക്കാഡമി ഉണ്ടാക്കാൻ വേണ്ടി 2 ഒബ്ജക്റ്റീവ്സാണ് ഉണ്ടായിരുന്നതെന്ന്. അതിൽ മറ്റേതേതാണ്? അത് സർ ലീ പറഞ്ഞു തന്നു. അപ്പോൾ തൽക്കാലത്തിന് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇനി നമുക്ക് കാണാം സർ ലീ എന്താണ് ആ 2ാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ മിസ്സാവാതെ കാണണമെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയി വരുന്നവർക്കും ബൈ ബൈ.